പണത്തിനും സ്വത്തിനും വേണ്ടി സ്നേഹബന്ധങ്ങൾക്ക് പോലും വില കൽപ്പിക്കാത്ത ചില മനുഷ്യ ജന്മങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു കുറ്റകൃത്യം പരിശോധിച്ചാലും അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ സാമ്പത്തിക വിഷയമാകാം. ആലപ്പുഴ കലവൂരിൽ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച വയോധികയെ ശർമിളയും മാത്യൂസും ചേർന്ന് കൊലപ്പെടുത്തിയത് ഒരൽപ്പം സ്വർണത്തിനു വേണ്ടിയാണ്. കടവന്ത്ര സ്വദേശിനി സുഭദ്രയെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികളും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. അതിക്രൂരമായി മർദ്ദിച്ചാണ് വയോധികയെ വധിച്ചതെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആ കേസുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതി ആലപ്പുഴ കലവൂർ എന്ന ഗ്രാമത്തെ സംബന്ധിച്ച് ഒരു ഇരുണ്ട രാത്രി. അയൽവാസികളെല്ലാം ഉറങ്ങിയെന്ന് ഉറപ്പിച്ച ശേഷമാണ് മാത്യൂസും ശർമിളയും വീടിന് പുറത്തിറങ്ങിയത്. ആരും കാണാതെ സുഭദ്രയുടെ മൃതദേഹം വീടിന് പിന്നിൽ കുഴിച്ചു മൂടി. ഈ അരും കൊലയെക്കുറിച്ച് പുറംലോകം അറിയില്ലെന്ന് കരുതി സുഖമായി ജീവിക്കാമെന്ന് വിചാരിച്ചതാണ് 2 പേരും. എന്നാൽ സുഭദ്രയുടെ ആത്മാവ് ഇക്കാലയളവിൽ അവരെ വേട്ടയാടിയിരിക്കണം. പിന്നീട് 1 മാസത്തിന് ശേഷം കേസിൻ്റെ ചുരുളഴിയുകയും കൊലയാളികൾ പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്തിരിക്കുന്നു. പോലീസ് അന്വേഷണം തുടങ്ങിയെന്നറിഞ്ഞ് നാടുവിട്ട മാത്യൂസും ശർമിളയും കർണാടകയിലെ മണിപ്പാലിൽ നിന്നാണ് പിടിയിലായത്. സുഭദ്രയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണെന്നും പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. കുഴിയെടുക്കാൻ ഇവരെ സഹായിച്ച സുഹൃത്ത് അജയൻ്റെ മൊഴി കേസിൽ നിർണായകമാണ്. കലവൂർ കോർത്തശ്ശേരിയിൽ വയോധികയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളാണ് ഇന്ന് ഉടുപ്പിയിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ളത്. ഉടുപ്പി മണിപ്പാലിൽ നിന്നാണ് പ്രതികൾ യാത്രാമധ്യേ കേരള പോലീസിന്റെ പിടിയിലായത്. മണ്ണഞ്ചേരിയിൽ നിന്നുള്ള 2-അംഗ സംഘം, അതായത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 2 സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണ സംഘമാണ് തമിഴ്നാട്ടിലും ഒപ്പം തന്നെ കർണാടകയിലുമായി തിരച്ചിൽ നടത്തിയിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, മൃതദേഹം കണ്ടെടുക്കുന്ന കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പ്രതികൾ അന്യ സംസ്ഥാനത്തേക്ക് കടന്നത് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. അതുവരെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ സഞ്ചരിക്കുകയും എറണാകുളത്ത് അതായത് കടവന്ത്ര പോലീസ് അന്വേഷിച്ചു ചെല്ലുന്ന ദിവസം മുതൽ മൃതദേഹം കണ്ടെത്തുന്ന ദിവസം വരെയും എറണാകുളത്ത് ഇവർ ഒളിവിൽ താമസിക്കുകയുമായിരുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. പിന്നീട് അന്വേഷണം വ്യാപിപ്പിച്ചതോടെ അവർ സംസ്ഥാനം വിടുകയായിരുന്നു. തുടർന്ന് യാത്രാമധ്യയാണ് ഇന്ന് ഉടുപ്പിയിലെ മണിപ്പാലിൽ നിന്ന് പ്രതികളെ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും അജയൻ എന്ന മേസ്തിരി പണിക്കാരനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതായത് ഈ കുഴിയെടുക്കുന്നതിനായി അജയനെ വിളിപ്പിച്ചത് 7-ാം തീയതിയാണ്. 7-ാം തീയതി തന്നെ സുഭദ്ര കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. 7-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് കുഴിയെടുപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ സുഭദ്രയുടെ മൃതദേഹം കൊല ചെയ്യപ്പെട്ടതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ മറവ് ചെയ്യപ്പെട്ടു എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിഗമനമായിരുന്നു. അതുകൊണ്ട് തന്നെ 6 മണിക്ക് ശേഷം കൊല നടന്നിട്ടുണ്ട് എന്നുള്ള കണക്കുകൂട്ടലിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. 7-ാം തീയതി തന്നെയാണ്, ഓഗസ്റ്റ് 7-നാണ് സുഭദ്ര കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മണിപ്പാലിൽ നിന്നുള്ള സംഘം, അതായത് കർണാടക ഉടുപ്പി മണിപ്പാലിൽ നിന്നുള്ള സംഘം രാവിലെയോടുകൂടി ഇവിടെ പ്രതികളുമായി അന്വേഷണ സംഘം തിരികെ എത്തുമെന്നുള്ളതാണ്. തുടർന്നായിരിക്കും ചോദ്യം ചെയ്യലും കസ്റ്റഡിയിലേക്ക് റിമാൻഡ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുക. അതിക്രൂരമായ കൊലപാതകമായിരുന്നു. കാരണം വയോധികയുടെ 2 ഭാഗത്തെയും, അതായത് ശരീരത്തിന്റെ 2 ഭാഗത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലും കഴുത്ത് ഒടിച്ച അവസ്ഥയിലും മരണശേഷം അല്ലെങ്കിൽ കൊലപാതക ശേഷം കൈ ഒടിച്ച് പിന്നിലേക്ക് കെട്ടിയ അവസ്ഥയിലുമായിരുന്നു. അത്തരത്തിൽ ക്രൂരമായ മർദ്ദനത്തിന് വിധേയാക്കിയ ശേഷമാണ് 72-കാരിയിൽ സ്വർണം കവർന്ന് അവരെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. പ്രതികളായ ശർമിളയും ഒപ്പം തന്നെ മാത്യുവും, ഇവർ 2 പേരും
മദ്യപാനികളാണ്. മാത്രമല്ല ഈ കുഴി എടുക്കുന്ന സമയത്ത് പോലും അതായത് ഈ അജയൻ എന്ന വ്യക്തിയെ വിളിച്ചു വരുത്തി 7-ാം തീയതി വൈകിട്ട് വീട്ടിൽ കുഴി എടുക്കുന്ന സമയത്ത് പോലും ഇവർ മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് അയൽവാസിയായ വ്യക്തി മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ കുഴിയെടുക്കാനായി എത്തിയ അജയനെ അടുത്ത ദിവസം വീണ്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കാരണം അസ്വാഭാവികതകൾ ഒരുപാടുണ്ടായിരുന്ന ഈ സംഭവത്തിൽ പിറ്റേ ദിവസം അതായത് ഈ മാലിന്യം മൂടുന്നതിന് വേണ്ടിയാണ് കുഴി എടുക്കുന്നതെന്നാണ് അജയനോട് പറഞ്ഞിരുന്നത്. എന്നാൽ പിറ്റേ ദിവസവും അജയനെ അവിടുത്തെ ശുചിമുറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വിളിച്ചിട്ടുണ്ട്. ആ ദിവസവും ഈ കുഴി മൂടിയ അതായത് പിറ്റേ ദിവസം രാവിലെ എത്തുമ്പോൾ തന്നെ കുഴി മൂടിയ നിലയിലാണ് അജയൻ കണ്ടിട്ടുള്ളത്. പക്ഷേ സംശയാസ്പദമായി തനിക്കൊന്നും തോന്നിയില്ല എന്നുള്ള മൊഴിയാണ് അജയൻ നൽകിയിട്ടുള്ളത്. കുഴിക്ക് മുകളിലായി ഫ്ലൈവുഡ് ഷീറ്റ് അതായത് ഒരു കട്ടിലിന്റെ ഫ്ലൈവുഡ് ഷീറ്റ് എടുത്ത് അത് വെച്ച് മറച്ചിട്ടാണ് അവിടെയാണ് നിർമ്മാണ പ്രവർത്തനത്തിനായുള്ള സിമന്റ് കുഴയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. അജയനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ള സൂചനകളാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും അതിക്രൂര കൊലപാതകത്തിലെ പ്രതികളെ പുലർച്ചെയോടുകൂടി ആലപ്പുഴയിൽ എത്തിക്കും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തെറ്റ് ചെയ്തവനെ കുറ്റബോധം എന്നും വേട്ടയാടിക്കൊണ്ടിരിക്കും. അവർ എവിടെ ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും ആ പാപഭാരം പിന്തുടരുമെന്ന കാര്യം മറക്കരുത്. പാലക്കാട് എലപ്പുള്ളിയിൽ ലൈംഗിക അതിക്രമം തടഞ്ഞ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്നതാണ്. പിന്നീട് അറിഞ്ഞത് പ്രതിയെ വിഷം അകത്ത് ചെന്ന നിലയിൽ കണ്ടെത്തിയെന്നാണ്. എലപ്പുള്ളി സ്വദേശി സൈമണെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച സൈമൺ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവതിയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ എലപ്പുള്ളി കൊട്ടിൽപ്പാറയിൽ പുല്ലരിയുന്നതിനിടെയാണ് യുവതി ആക്രമിക്കപ്പെട്ടത്. ലൈംഗികാതിക്രമം തടഞ്ഞ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി സൈമൺ തുടർന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ യുവതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി സൈമണെ വിഷമൊളിച്ചെന്ന നിലയിൽ രാവിലെ 8:30 കൊട്ടിൽപ്പാറ ഭാഗത്ത് നാട്ടുകാരാണ് കണ്ടെത്തിയത്. ഇയാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലാ ആശുപത്രിയിലെത്തി മജിസ്ട്രേറ്റ് യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തി. സൈമന്റെ നില ഗുരുതരമല്ലെന്ന് പോലീസ് പറഞ്ഞു. കസബ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. PV അൻവർ ഉന്നയിച്ച പരാതികളും ആരോപണങ്ങളും ADGP MR അജിത് കുമാറിന്റെ തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട്. സാധാരണ തല ഉയർത്തി തലസ്ഥാനത്തെ പോലീസ് ആസ്ഥാനത്ത് വരാറുള്ള അജിത് കുമാർ ഈ പകലെത്തിയത് ഒരു കുറ്റാരോപിതനെ പോലെയാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 4 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ്, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കൽ, സ്വർണ്ണക്കടത്ത്, റിദ്വാൻ വാസിൽ വധം, മാമി തിരോധാന കേസ് തുടങ്ങിയ ആരോപണങ്ങളിലാണ് അജിത് കുമാറിന്റെ മൊഴിയെടുത്തത്. ഇതെല്ലാം പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു. അജിത് കുമാറിനെതിരായ സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിനും സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്തിട്ടുണ്ട്. PV അൻവർ MLA നൽകിയ പരാതികൾ, സമീപകാലത്ത് ഉയർന്നുവന്ന ആരോപണങ്ങൾ എന്നിവയിൽ ADGP MR അജിത് കുമാറിന്റെ മൊഴി അതിവേഗത്തിൽ രേഖപ്പെടുത്താനുള്ള നീക്കം നടത്തിയത് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് രാവിലെ 10:30 പോലീസ് ആസ്ഥാനത്ത് ഹാജരാകണമെന്ന് അജിത് കുമാറിന് നിർദ്ദേശം നൽകി. 10 മണിയോടെ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് എത്തി. തുടർന്ന് അജിത് കുമാറിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. പറഞ്ഞ സമയത്തിനും 3/4 മണിക്കൂർ വൈകി. 11:15 ആയപ്പോൾ അജിത് കുമാർ എത്തി. 11:30 മൊഴിയെടുപ്പ് തുടങ്ങി. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ടാണ് മൊഴി രേഖപ്പെടുത്തിയത്. പോലീസ് ആസ്ഥാനത്ത് വെച്ച് 4 മണിക്കൂർ നേരം നീണ്ട മൊഴിയെടുപ്പ് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു.
3:30 മൊഴിയെടുപ്പ് അവസാനിച്ചു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്ത്, റിദാൻ വധം, മാമി തിരോധാന കേസ്, മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറി തുടങ്ങി PV അൻവർ നൽകിയ പരാതികളിലാണ് അജിത് കുമാറിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയത്. ഇതിനിടെ അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിനും സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്തു. കവടിയാറിലെ ആഡംബര വീടിന്റെ നിർമ്മാണമടക്കം പരിശോധിക്കണമെന്നായിരുന്നു അൻവറിന്റെ പരാതി. ശുപാർശ വിജിലൻസ് മേധാവിക്ക് കൈമാറുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമ കേസിൽ കളങ്കിതരെല്ലാം ഇനി പോലീസിന്റെ ചോദ്യമുനയിലേക്ക് എത്തുകയാണ്. ആദ്യം സംവിധായകൻ രഞ്ജിത്തിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. കൊച്ചി മറൈൻ ഡ്രൈവിലെ കോസ്റ്റൽ IG ഓഫീസിലെത്തിയ രഞ്ജിത്തിനെ AIG പൂങ്കൊഴിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. വരും ദിവസങ്ങളിൽ മുകേഷ്, സിദ്ദിഖ്, ഇടവേള ബാബു എന്നിവരെയും വിളിപ്പിക്കാനാണ് തീരുമാനം. അതിനിടെ ലൈംഗികാതിക്രമ കേസിൽ നടൻ ജയസൂര്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് വിശദീകരണം തേടി. സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചുവരുത്തിയ ശേഷം കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന ബംഗാളി നടിയുടെ പരാതിയിലാണ് രഞ്ജിത്തിനെ ചോദ്യം ചെയ്തത്. AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. SITയിലെ DYSPമാർ ഉൾപ്പെടെയുള്ളവരും സംഘത്തിലുണ്ടായിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ രഞ്ജിത്ത് തയ്യാറായില്ല. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിൽ IPC 354 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഇത് ജാമ്യം ലഭിക്കുന്ന വകുപ്പാണെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ഹൈക്കോടതി രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയിരുന്നു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത ബാംഗ്ലൂരുവിലെ ആഡംബര ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതിയിലും രഞ്ജിത്തിനെതിരെ കേസുണ്ട്. പരാതിക്കാരുടെ മൊഴിയെടുക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ കുറ്റാരോപിതരെ ചോദ്യം ചെയ്തു തുടങ്ങുമെന്ന് അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആദ്യം ആരോപണ വിധേയരായവരിൽ ഒരാളാണ് രഞ്ജിത്ത്. വിവാദത്തെ തുടർന്ന് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു. അതേസമയം ലൈംഗികാതിക്രമ കേസിൽ നടൻ ജയസൂര്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് വിശദീകരണം തേടി. പിക്മാൻ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച കയറിപ്പിടിച്ചെന്ന നടിയുടെ പരാതിയിലാണ് കേസ്. നടിയുടെ പരാതി സാങ്കല്പികമാണെന്നാണ് ജയസൂര്യയുടെ ഹർജിയിൽ പറയുന്നത്. 2012 ജനുവരി 1-നും 2013 ഡിസംബർ 31-നും ഇടയിലാണ് സംഭവമെന്ന് നടി പറയുന്നു. ആദ്യം കരമന പോലീസ് എടുത്ത കേസ് പിന്നീട് തൊടുപുഴയിലേക്കും തുടർന്ന് കൂത്താട്ടുകുളം സ്റ്റേഷനിലേക്കും കൈമാറി. ബിസിനസ് ആവശ്യത്തിന് വിദേശത്തായിരുന്ന തനിക്ക് FIRന്റെയും മൊഴിയുടെയും പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും ജയസൂര്യ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 23-ലേക്ക് മാറ്റി. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി നേരത്തെ ഒമർ ലുലുവിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. ഒമർ ലുലുവിനെ അറസ്റ്റ് ചെയ്താൽ 50,000 രൂപയുടെ ആൾജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധമെന്നായിരുന്നു ഒമർ ലുലുവിന്റെ വാദം. ന്യൂസ് 18 കൊച്ചി. വിവാഹ തട്ടിപ്പ്, ആൾമാറാട്ടം തുടങ്ങിയ കേസുകളിൽ 28-ാം വയസ്സിൽ 3 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ പോയതാണ് ആലപ്പുഴ മുതുകുളം സ്വദേശി സാജൻ എന്ന കോശി ജോൺ. അതിനിടെ കോടതിയിൽ നിന്ന് ജാമ്യം നേടിയ സാജൻ നമ്മുടെ നിയമവ്യവസ്ഥയെ കബളിപ്പിച്ച് നാടുവിട്ടു. പിന്നീട് 29 വർഷം നീണ്ട ഒളിവിലെ ജീവിതം. ഇയാൾ മരിച്ചെന്നുവരെയും അഭ്യൂഹം പരന്നതാണ്. എന്നാൽ ഇക്കാലയളവിൽ വടക്കേന്ത്യയിലും കേരളത്തിലുമായി താമസിക്കുകയായിരുന്നു സാജൻ. ഒടുവിൽ സിനിമാ കഥ പോലെ സാജനെ കണ്ടെത്തിയിരിക്കുന്നു. മുൻ നേവി ഉദ്യോഗസ്ഥനായ പ്രതിയെ കനകക്കുന്ന് പോലീസാണ്
അറസ്റ്റ് ചെയ്തത്. ഇരുപത്തിയൊൻപത് വർഷം മുമ്പുള്ള കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുതുകുളം തെക്ക് കൊല്ലംമുറിയിൽ സാജൻ എന്ന കോശി ജോണാണ് പിടിയിലായത്. വിവാഹ തട്ടിപ്പും ആൾമാറാട്ടവും നടത്തിയതിന് 1995-98 വർഷങ്ങളിൽ എടുത്ത 2 കേസുകളിലായി ഹരിപ്പാട് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇയാൾക്ക് 3.5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. പിന്നീട് ജാമ്യം നേടിയ പ്രതി എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. മരിച്ചതായും അഭ്യൂഹമുണ്ടായിരുന്നു. ദീർഘനാളായി കിട്ടാതിരുന്ന പ്രതികളെ പിടികൂടാൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ നായരുടെ നിർദ്ദേശത്തിലാണ് കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ അന്വേഷണ സംഘം രൂപീകരിച്ചത്. കനകക്കുന്ന് ഇൻസ്പെക്ടർ അരുണിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ട്രെയിൻ യാത്രക്കിടെ പ്രതി പിടിയിലായത്. വളരെ കാലമായിട്ട് ബോംബെയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒളിവിൽ താമസിക്കുകയായിരുന്നു. ബോംബെയിലുണ്ടെന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബോംബെയിൽ നിന്നും തിരികെ കേരളത്തിലേക്ക് വരുമെന്നുള്ള രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ DSP ശ്രീ ബാബുക്കുട്ടൻ സാറിൻ്റെ നിർദ്ദേശാനുസരണം ഒരു സ്ക്വാഡ് രൂപീകരിക്കും. ആ സ്ക്വാഡിൽ ഗിരീഷ്, സുരേഷ്, ASI സുരേഷ്, അനിൽകുമാർ ഞങ്ങൾ ചേർന്ന് അന്വേഷണം നടത്തി നാട്ടിലേക്ക് വരുന്ന വഴി എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഹരിയാനെ അറസ്റ്റ് ചെയ്തു. നാവികസേന മുൻ ഉദ്യോഗസ്ഥനായിരുന്ന കോശി ജോണിന് വിവിധ ഭാഷകൾ അറിയാം. വടക്കേ ഇന്ത്യയിലും കേരളത്തിലുമായി ഇയാൾ മാറി മാറി താമസിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. നിലവിൽ 57 വയസ്സുള്ള ഇയാൾക്കെതിരെ ചേർത്തല പോലീസ് സ്റ്റേഷനിലും ഒരു സ്ത്രീയുടെ പരാതിയിൽ കേസുണ്ട്. SI ധർമ്മരത്നം, ASI സുരേഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ്, അനിൽകുമാർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് 18 കായംകുളം. സാമ്പത്തിക തർക്കത്തിന്റെ പേരിലുള്ള തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവും വടക്കൻ കേരളത്തിൽ വലിയ രീതിയിൽ ഭീതി വിതയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കേസിൽ 2 പേർ കൂടി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 4 അമ്പലപ്പാറ സ്വദേശി സന്തോഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലാണ് കൊട്ടേഷൻ സംഘാംഗങ്ങളായ 2 പേർ കൂടി അറസ്റ്റിലായത്. തൃശൂർ ചാവക്കാട് സ്വദേശി TS മിറാജുദ്ദീൻ, കുന്നംകുളം സ്വദേശി സുരേഷ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 4. 43-കാരൻ അമ്പലപ്പാറ പുളിയങ്കാവ് റോഡ് പൊട്ടച്ചിറ സന്തോഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. പനമണ്ണ സ്വദേശികളായ 2 പേരാണ് നേരത്തെ പിടിയിലായിരുന്നത്. കഴിഞ്ഞ ജൂൺ 19 രാവിലെ 8:30യോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. സ്കോപ്പിയോ കാറിലെത്തിയ സംഘമാണ് സന്തോഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കേസിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി. സാമ്പത്തിക ലക്ഷ്യം വെച്ചുള്ള കൊട്ടേഷനാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊട്ടേഷൻ ഏറ്റെടുത്തയാളെ കിട്ടിയാലേ ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത കൈവരൂ. സന്തോഷ് കുമാർ വീട്ടിൽ നിന്ന് ചുനങ്ങാട് തിരുണ്ടിക്കലിലെ സ്ഥാപനത്തിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് കാറിൽ കാത്തുനിന്ന സംഘം തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. മർദ്ദിച്ച് ബലമായി കാറിലേക്ക് തള്ളിക്കയറ്റാനായിരുന്നു ശ്രമം. പിടിവലിക്കിടെ കയ്യിലും മുഖത്തും മർദ്ദനമേറ്റ സന്തോഷ് കുമാർ നിലവിളിച്ച് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത്. പോലീസ് ഇൻസ്പെക്ടർ A അജീഷ്, SI M സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് 18 പട്ടാമ്പി. സ്വകാര്യ വാഹനങ്ങളിൽ പരിശോധന ശക്തമാക്കിയതോടെ ലഹരി സംഘങ്ങളും ഹവാല ഇടപാടുകാരും ഇപ്പോൾ ആശ്രയിക്കുന്നത് അന്തർ സംസ്ഥാന ബസ്സുകളെയാണ്. ഇതുവഴി കള്ളപ്പണവും ലഹരിയും വ്യാപകമായി സംസ്ഥാനത്തേക്ക് ഒഴുകുന്നുണ്ട്. ഈ പകൽ കോട്ടയം തലയോലപ്പറമ്പിൽ നിന്ന് കണക്കില്ലാത്ത 1 കോടിയിലധികം രൂപ എക്സൈസ് പിടികൂടിയത് വോൾവോ ബസ്സിൽ നിന്നാണ്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പണം കണ്ടെത്തിയത്.
ബംഗളൂരുവിൽ നിന്ന് കോട്ടയത്തേക്ക് വന്ന വോൾവോ ബസ്സിലെ യാത്രക്കാരൻ പത്തനാപുരം സ്വദേശി ഷാഹുൽ ഹമീദിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. ഓണക്കാലത്തോടനുബന്ധിച്ചുള്ള എക്സൈസിന്റെ പ്രത്യേക പരിശോധനയിലാണ് ഈ ഏതാണ്ട് 1 കോടി രൂപ 1,10 ലക്ഷം രൂപയുടെ പണം പിടിച്ചെടുത്തത്. ഇത് കേരളത്തിൽ നിന്ന് അന്തർ സംസ്ഥാന ബസ് വഴി സ്വകാര്യ ബസ് വഴി കടത്തിക്കൊണ്ടുവരികയായിരുന്നു. എന്തായാലും സാധാരണ നിലയിലുള്ള പരിശോധനയിൽ ഇത് കണ്ടെത്തുകയായിരുന്നു. പത്തനാപുരം സ്വദേശിയായ ഷാഹുൽ ഹമീദാണ് ഇത് കൊണ്ടുവന്നത്. ഷാഹുൽ ഹമീദിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എക്സൈസ് കടുത്തുരുത്തി ഇൻസ്പെക്ടർ KS അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പരിശോധന നടത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ പണം മഹസർ ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം തലയോലപ്പറമ്പ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. തലയോലപ്പറമ്പ് പോലീസാണ് ഇതിലിനി തുടരന്വേഷണവും മറ്റും നടത്തുക. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് തുടരന്വേഷണത്തിന് നടപടികളും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വ്യാഴാഴ്ച പുലർച്ചെയാണ് ഈ അന്തർ സംസ്ഥാന ബസ്സുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ ഞെട്ടിക്കുന്ന ഫലത്തിലൊരു കുഴൽപ്പണം, അനധികൃത പണം, ഇതിൻ്റെ യാതൊരു രേഖകളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുഴൽപ്പണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നിലയിലുള്ള പണം തന്നെ പിടിച്ചെടുത്തത്. എന്തായാലും ഇതിൻ്റെ സോഴ്സ് ഉൾപ്പെടെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കും ഇനി പോലീസ് ഉണ്ടാകുക. ആഘോഷങ്ങൾക്കിടെ വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ വാഹനവുമായി എത്തുന്നത് പലപ്പോഴും അപകടം സൃഷ്ടിക്കാറുണ്ട്. നിയമം എത്ര കർശനമാക്കിയാലും ചില തലതെറിച്ച പിള്ളേർക്ക് കാര്യം മനസ്സിലാകില്ല. കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥികൾ വാഹന റാലി നടത്തിയത് കോളേജ് അധികൃതർക്ക് മാത്രമല്ല, നാട്ടുകാർക്കും തലവേദനയുണ്ടാക്കി. ഒടുവിൽ അപകടകരമായി ഓടിച്ച 5 വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഗതാഗത നിയമം ലംഘിച്ചതിന് വാഹനങ്ങൾക്ക് പിഴയും ചുമത്തി. സംഭവത്തിൽ പോലീസും കേസെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ വാഹന ഘോഷയാത്രയിൽ പങ്കെടുത്ത 4 കാറുകൾ, 1 ജീപ്പ് എന്നിവയ്ക്കെതിരെയാണ് നടപടി. ആകെ 47,500 രൂപ പിഴയടയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് അയച്ചു. അപകടകരമായി വാഹനം ഓടിച്ച വിദ്യാർത്ഥികൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അതിരുവിട്ട ആഘോഷം. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തത്. കറുത്ത വസ്ത്രങ്ങളുമായി ബഹളത്തോടെ ഓടിയടക്കമുള്ള ആഡംബര വാഹനങ്ങളിലായിരുന്നു നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുള്ള റോഡ് ഷോ. നാട്ടുകാരിൽ ചിലരാണ് ഇതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ചത്. കോളേജിന് പുറത്ത് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചായിരുന്നു ഓണാഘോഷം. കാറുകളുടെ ഡോറിൽ കയറിയിരുന്നാണ് വിദ്യാർത്ഥികൾ യാത്ര ചെയ്തത്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് പല വാഹനങ്ങളിലായി യാത്ര ചെയ്തത്. റോഡിൽ വലിയ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയതോടെ നാട്ടുകാർ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു. റോഡിൽ വലിയ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയതോടെ നാട്ടുകാർ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു. വാഹനങ്ങൾ ഓടിച്ച വിദ്യാർത്ഥികൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യം രാമനാട്ടുകര ജോയിന്റ് RTO പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. ഓണക്കാലമാണ്. ലഹരി മാഫിയെ പോലെ വാറ്റ് സംഘങ്ങളും നാട്ടിൽ വിലസുകയാണ്. എറണാകുളം കോതമംഗലം മാമലക്കണ്ടത്ത് എക്സൈസ് പിടിച്ചെടുത്തത് 350 ലിറ്റർ വാഷ്. ഇവിടെ നിന്ന് കോട സൂക്ഷിച്ചിരുന്ന ബാരലുകളും പാത്രങ്ങളും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. മലയോര മേഖലകളിൽ റെയ്ഡുകൾ ശക്തമാക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. മാമലക്കണ്ടം മുനിപ്പാറയിലെ മലയിടുക്കിൽ പ്രവർത്തിച്ചിരുന്ന വാറ്റുകേന്ദ്രമാണ് കുട്ടമ്പുഴ എക്സൈസ് സംഘവും എറണാകുളം IBയും ചേർന്ന് നശിപ്പിച്ചത്.
ഓണക്കാലത്ത് ചാരായം വാറ്റുന്നതിനായി തയ്യാറാക്കി വെച്ചിരുന്ന 350 ലിറ്റർ വാഷും കോട സൂക്ഷിച്ചിരുന്ന ബാരലുകളും പാത്രങ്ങളും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. കുത്തനെയുള്ള മലയിടുക്കിലെ വെള്ളച്ചാലിൽ ബാരലിലും പാത്രങ്ങളിലുമായാണ് കോട സൂക്ഷിച്ചിരുന്നത്. ഏറെ സാഹസികമായിരുന്നു റെയ്ഡ്. കുട്ടമ്പുഴ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സാജൻ പോൾ റെയ്ഡിന് നേതൃത്വം നൽകി. ഓണക്കാലത്തെ സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് കോതമംഗലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മലയോര മേഖലകളിൽ കൂടുതൽ റെയ്ഡുകൾ കുട്ടമ്പുഴ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രമേശ് അറിയിച്ചു. ന്യൂസ് 18 കോതമംഗലം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കുടുംബത്തിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് PV അൻവർ MLA DGPക്ക് കത്ത് നൽകിയത് കൊലപ്പെടുത്തുമെന്ന് ഊമക്കത്ത് ലഭിച്ച സാഹചര്യത്തിൽ കേസ് അന്വേഷണവും കോടതി നടപടികളും റിപ്പോർട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മാർഗരേഖ ആവശ്യമോ എന്ന് പരിശോധിക്കുമെന്ന് ഹൈക്കോടതി വിശാല ബെഞ്ച്. അന്വേഷണത്തെയും നീതിപൂർവമായ വിചാരണയെയും സ്വാധീനിക്കുന്നതും മുൻവിധിയുണ്ടാക്കുന്നതുമായ വാർത്തകൾ വർദ്ധിച്ചു വരുന്നതായും കോടതി. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കോഴി വിൽപ്പനശാലയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കടയിലെ ജീവനക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളി അബ്ബാസ് പിടിയിലായി. മലപ്പുറത്ത് കരാട്ടെ ക്ലാസിന്റെ മറവിൽ ലൈംഗിക പീഡനം നടത്തിയ പ്രതിക്കെതിരെ കാപ്പ ചുമത്തി. പോക്സോ കേസ് പ്രതിയായ വാഴക്കാട് ഊർക്കടവ് സ്വദേശി സിദ്ദീഖ് അലിക്കെതിരെയാണ് കാപ്പ ചുമത്തിയത്. കോഴിക്കോട് കൊടുവള്ളിയിൽ വൻ കഞ്ചാവ് വേട്ട. 53.5 കിലോ കഞ്ചാവുമായി കണ്ണൂർ സ്വദേശി TP അഷ്റഫ് പിടിയിലായി. ബൊലേറോ ജീപ്പിൽ പ്രത്യേക അറകൾ തയ്യാറാക്കിയായിരുന്നു കഞ്ചാവ് കടത്ത്. ഭാര്യയോടുള്ള ഭർത്താവിൻ്റെയും ഭർത്തൃവീട്ടുകാരുടെയും ക്രൂരത എക്കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇതിൻ്റെ പേരിൽ ചില സ്ത്രീകൾ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതായി പലപ്പോഴും ആക്ഷേപമുയരുന്നുണ്ട്. ഗാർഹിക പീഡനം, ഭാര്യയോടുള്ള ക്രൂരത എന്നിവയാണ് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന നിയമങ്ങളെന്ന് തുറന്നു പറഞ്ഞത് സുപ്രീം കോടതിയാണ്. ഒരു ദിവസം പോലും ഒന്നിച്ച് കഴിയാത്ത ഭർത്താവ് 50 ലക്ഷം രൂപ ഭാര്യയ്ക്ക് ജീവനാംശം നൽകേണ്ടി വന്ന പഴയൊരു കേസ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ഗവായ് ഇക്കാര്യം വിശദീകരിച്ചത്. ഒരു ദാമ്പത്യ തർക്ക കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ നിരീക്ഷണം. വ്യക്തിവിരോധം തീർക്കാനും താൽക്കാലിക നേട്ടത്തിനും വേണ്ടി നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവർ ഇനി കരുതിയിരിക്കുക. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.